ചീരകളിൽ ഏറ്റവും രുചികരമായ ഒരു ചീരനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. വളരെയധികം രുചികരമായ ഒരു ചീരയാണിത്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും. കേരളത്തിൻ്റെ പല ഭാഗത്തും പല പേരുകളിലാണ് ഈ ചീര അറിയപ്പെടുന്നത്. കൽച്ചീര, നെയ്ത്തുമ്പ, നെയ്ച്ചീര, നെയ്ക്കുനിച്ചി, അങ്ങനെ പല പേരുകളിലും ഇതറിയപ്പെടുന്നുണ്ട്. ഞങ്ങളിതിനെ നെയ്ക്കുനിച്ചി എന്നാണ് പറയാറ്. ഈ ചെടിക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കറി വെക്കാനും മറ്റും ഇതിൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ പൂവിൽ നിന്ന് പുക വരും. കാറ്റിലോ ചെറിയ അനക്കത്തിലോ അതിൻ്റെ പൂമ്പൊടി പുറത്തേക്ക് വരുന്നതാണ് ഈ നമുക്ക് പുകയായി തോന്നുന്നത്. ഇത് നല്ലൊരു ഔഷധച്ചെടിയാണ്. കൂടാതെ ഇതുകൊണ്ട് നമുക്ക് രുചികരമായ ഇലക്കറിയും ഉണ്ടാക്കാവുന്നതാണ്. മഴ തുടങ്ങിയാൽ ഉടനെ നമുക്ക് ധൈര്യമായി കഴിക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള പലതരം ചെടികളാണ് നമ്മളെ വീട്ടുവളപ്പിൽ മുളച്ചു പൊന്തുന്നത്. അത്തരം ചെടികളെ നിങ്ങൾ വെറുതെ കളയാതെ അത് ഉപയോഗത്തിൽപ്പെടുത്തണമെന്നാണ് എൻ്റെ അപേക്ഷ. പലതരം ഇലക്കറികൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ചീരയാണ് ഏറ്റവും ഗുണകരമായത്. ധാരാളം പോഷക ഗുണമുള്ള ഇലക്കറിയാണ് ചീര. ജീവകം എ, ജീവകം സി, ജീവകം കെ, ഇരുമ്പ് എന്നിവ ചീരയിൽ ധാരാളമുണ്ട്. രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിച്ച ചീരയാണ് കൂടുതലും വിൽക്കപ്പെടുന്നത്. ഒന്ന് മനസ്സ് വെച്ചാൽ പലതരം ചീരകൾ നമുക്ക് നമ്മളെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ ലഭ്യമാണ്. അതുമല്ലെങ്കിൽ നമുക്ക് വീട്ടുവളപ്പിൽ കൃഷിയാവുന്നതാണ്. അതിനും സൗകര്യമില്ലാത്തവർക്ക് ടെറസിലോ ബാൽക്കണിയിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ചീര കൃഷി ചെയ്ത് കഴിക്കാവുന്നതാണ്. എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്മമാർ ഇലക്കറി വെക്കണമെങ്കിൽ നമ്മളെ തൊടിയിലേക്ക് ഇറങ്ങി തൊടിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ പൊട്ടിച്ചെടുത്ത് അതുകൊണ്ടാണ് കറി വെച്ച് തന്നിരുന്നത്. ഇന്നാണെങ്കിൽ അത് മാറി. ഇന്ന് നമുക്ക് ഇലക്കറി വെക്കണമെങ്കിൽ നമ്മൾ നേരെ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് അതുകൊണ്ടല്ലേ കറി വെച്ച് കഴിക്കുന്നത്. നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ നിന്ന് കിട്ടുന്ന ചീര കിട്ടാനുള്ള സാഹചര്യം ഇല്ലാത്തവരുമുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെറസിലോ ബാൽക്കണിയിലോ ചീര കൃഷി ചെയ്യാവുന്നതാണ്. പലതരം വെറൈറ്റി ചീര വിത്ത് ഇന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തൈകളും അത് വാങ്ങിച്ച് കൃഷി ചെയ്യാം. ചീരകൃഷി എന്ന് പറഞ്ഞാൽ വളരെ അനായാസം ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ചീരകൃഷി. ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ചീര ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ചീര വിറ്റാമിൻ കെയുടെ മികച്ച ഉറവിടമാണ്. കൂടാതെ അസ്ഥികൾക്ക് അനുയോജ്യമായ മാഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ഉറവിടവുമാണ്. ലയിക്കാത്ത നാരുകൾ ചീരയിൽ ധാരാളമുണ്ട്. അത് നമ്മുടെ ദഹനത്തെ സഹായിക്കും. വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുന്നതും പതിവായി മലവിസർജനം നടത്താൻ സഹായിക്കുന്നതുമായ കാർബോഹൈഡ്രേറ്റ് ആണ് നാരുകൾ. ലയിക്കാത്ത നാരുകൾ ഭക്ഷണം കുടലിലൂടെ കടന്നു പോകാൻ സഹായിക്കുന്നു. ഇത് മലബന്ധം തടയുന്നു. ചീര പൊതുവെ സുരക്ഷിതമാണ്. പക്ഷേ കല്ലിൻ്റെ അസുഖമുള്ളവർ അമിതമായി കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അതേപോലെ ചീര അമിതമായി വേവിച്ച് കഴിക്കുന്നതും വീണ്ടും ചൂടാക്കി കഴിക്കുന്നതും നല്ലതല്ല. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.